ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മൂങ്ങ പറയുക, നമ്മുടെ മോൻ രാജകുമാരനായില്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിലും ആകുമെന്ന് കരുതിയതാ. പക്ഷെ അതുപോലും ആയില്ലല്ലോടാ മക്കളെ. നമ്മുടെ മോൻ്റെ ജാതകം എഴുതിയ ജ്യോത്സ്യന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവനെ കണ്ട് 5-6 വർത്തമാനം പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ കരയുക. അമ്മേ, അവനെക്കുറിച്ച് ഒരു കാര്യം അമ്മേനെ എന്നോട് പറയണ്ട. അവൻ്റെ കുറ്റങ്ങൾ കേൾക്കാൻ എനിക്ക് വയ്യമ്മേ. ഞാൻ അത്രയ്ക്ക് പൊന്നു പോലെ അവനെ വളർത്തിയത്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കുറ്റങ്ങൾ കേട്ട എനിക്കത് സഹിക്കില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക. എടാ മക്കളെ, നീ വിഷമിക്കേണ്ട. എങ്ങനെയെങ്കിലും നമ്മുടെ മോൻ നമ്മളെ രക്ഷിക്കും. നമുക്ക് കാത്തിരിക്കേണ്ട മക്കളെ. അമ്മേ, അവനിങ്ങോട്ട് വന്നാലും CI അവനെ എടുത്തിട്ട് കുടയാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ. വേണ്ട, നമ്മളെ പുറത്തിറക്കാനായിട്ട് അവനിങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ശരണ്യ എന്ന് പറഞ്ഞവൾ എൻ്റെ മോനെ കൂടെ കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ടമ്മേ, ഈ കല്യാണം വലിയൊരു ചതിയായിരുന്നു എന്ന്. അതെന്താണ് മക്കളെ? അതെന്താന്ന് വെച്ചാൽ അവളുടെ അമ്മയുടെ കഴുത്തിൽ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയവനാണല്ലോ എൻ്റെ മോൻ. അങ്ങനെയുള്ളപ്പോൾ അവനോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതികാരം ചെയ്യാനാകാത്തതുകൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് വീട്ടിലിട്ട് അവനെ ദ്രോഹിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് ശരിയാണ് മക്കളെ, അതെനിക്കും തോന്നിയിട്ടുണ്ട്. അവൾ എത്ര നല്ലവളെ പോലെ നമ്മുടെ മുൻപിൽ അഭിനയിച്ചത്. ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? രതീഷും കാദംബരിയൊക്കെ അപ്പോഴേ പറഞ്ഞതാ, അങ്ങനെ കല്യാണം കഴിക്കാൻ അവൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. അതൊന്നും അന്വേഷിക്കാതെ നമ്മൾ എടുത്തു ചാടി. രതീഷ് പലപ്പോഴും അഭിപ്രായം പറഞ്ഞ അതൊക്കെ കറക്റ്റായി മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അവൻ സ്വാതിയുടെ കാര്യത്തിലും പറഞ്ഞത്. അവസാനം സ്വാതിയും ചതിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ശരണ്യയുടെ കാര്യത്തിലും അവൻ അങ്ങനെയൊക്കെ തന്നെ ഏതാണ്ട് പറഞ്ഞത്. അവസാനം അതും ഇങ്ങനെയൊക്കെയായി. ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയ വിക്രം അച്ഛാ, അമ്മുമ്മ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അച്ഛനും ഇല്ല, അമ്മുമ്മയും ഇല്ല. അപ്പോൾ ശരണ്യയോട് ചോദിക്കുക, എവിടെ ശരണ്യ? അച്ഛനും അമ്മയോടെ പോയി. അവർ വീട്ടിലേക്ക് പോയോ എന്നും. അവർ വീട്ടിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്താ പ്രശ്നം എന്നും വിക്രം ചോദിക്കുക. പ്രശ്നോ? നീ എൻ്റെ കവളത്തേക്കൊന്ന് നോക്കിയേ എന്നും പറയാണ്. അത് കേട്ടതും, അയ്യോ, തല്ലിയ പാടുണ്ടല്ലോ. ആരാ തല്ലിയത്? അച്ഛനാണോ? അച്ഛനെ? നിൻ്റെ അച്ഛൻ എന്നെ എന്താ ചെയ്തെന്നറിയാമോ? അയാൾ എന്നെ പിടിച്ചൊരു തള്ള്. ഞാൻ പോയി അവിടെ തെറിച്ച് വീണു. നോക്കിയേ, എൻ്റെ കൈമുട്ട് പൊട്ടിയിരിക്കുന്നേ. ഈശ്വര, എന്തിനാ അതങ്ങനെ ചെയ്തത്? എന്തിനാ ചെയ്തതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാടാ. എൻ്റെ അമ്മ 24 മണിക്കൂറും നിൻ്റെ അമ്മൂമ്മയ്ക്കും അച്ഛനും ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കണോ? അവരുടെ തുണി അലക്കി കൊടുക്കണോ? ഒരാളുടെ വീട്ടിൽ വന്ന് നിന്നാൽ സ്വന്തം ജോലിയെങ്കിലും ചെയ്യാമല്ലോ. അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചേനാ നിൻ്റെ അച്ഛൻ എന്നെ പിടിച്ച് തള്ളിയത്. പിന്നെ അത് കേട്ടപാടി കേൾക്കാത്ത മതി നിൻ്റെ അമ്മൂമ്മ എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. അത് ഞാനെങ്ങനെ സഹിക്കുന്നേ? എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക. എൻ്റെ അമ്മ നിനക്കേ വെച്ച് വിളമ്പി തന്നെ വലിയ കാര്യം. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ അമ്മൂമ്മയ്ക്കും നിൻ്റെ അച്ഛനും വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൂടെയെന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും? എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടേ ഇതാ അവസ്ഥ. അപ്പം ഞാനെങ്ങനെ നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ വഴിയുണ്ടെങ്കിൽ പിന്നെ തീർന്നു. അതിന് നിനക്ക് സ്വന്തം എന്ന് പറയാൻ വീടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ല വിക്രം എന്നൊക്കെ പറയണം. അത് കേട്ടതും, അയ്യോ ശരണ്യ, നീ എന്തിനാ അവരെ ലോക്കപ്പിലേക്ക് പറഞ്ഞു വിട്ടത്? പോലീസുകാരുടെ കയ്യിൽ കിട്ടിയ അവരെ വെറുതെ വിടില്ല. വയസ്സായവരല്ലേ, അവർ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പിന്നെ എൻ്റെ മോളെ തല്ലിയ ഞങ്ങൾ അവനെ ഉള്ളം കയ്യിൽ വെച്ച് താങ്ങണോ? മോനെ, നിന്നെ എനിക്ക് നോക്കാം, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിൻ്റെ അമ്മുമ്മയെയും അച്ഛനെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവകിയമ്മയും പറയുക. അമ്മയും എനിക്ക് മനസ്സിലാവും, അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ വയസ്സാം കാലത്ത് അവർ ലോക്കപ്പിലേക്കും ജയിലിലേക്കൊക്കെ വിട്ടാൽ അവരതെങ്ങനെ സഹിക്കും? CI നല്ല അടിയടിക്കും. എനിക്ക് എൻ്റെ അച്ഛനെന്ന് വെച്ച ജീവന ശരണ്യെ. അവർ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. നീ കേസ് പിൻവലിക്കണം. ശരി, ഞാൻ കേസ് പിൻവലിക്കാം. പക്ഷേ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരാൻ പാടില്ല. അവർ നേരെ നിൻ്റെ ചേട്ടൻ്റെയും നിൻ്റെ അളിയൻ്റെയും ചേച്ചിയുടെയും വീട്ടിലേക്ക് പോയിക്കോട്ടെ, അവിടെ താമസിക്കട്ടെ. അവിടെ നിന്ന് വിളിച്ചിറങ്ങി പോകുന്നത് അവർക്ക് നല്ലൊരു മരുമകളുണ്ട്. ആ മരുമകൾ അവരെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അവരങ്ങോട്ട് തിരിച്ചു പോയാൽ എങ്ങനെ ശരിയാവും? എന്നാൽ പിന്നെ അവരിങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ പറയുന്ന ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കേണ്ടി വരും. എന്ത് ഡിമാൻഡ്? നീ എന്ത് പറഞ്ഞാലും അവരതനുസരിച്ചോളും. പിന്നെ നീയുള്ളപ്പോൾ അനുസരിക്കും. നീ പോയി കഴിയുമ്പോൾ അവരുടെ തനി സ്വരൂപം അവർ പുറത്തെടുക്കും. ഇല്ല, ഇനി നീ അങ്ങനെ പറഞ്ഞാൽ മതി, അവരെന്തായാലും ചെയ്തോളും. ശരി, എന്താ നിൻ്റെ ഡിമാൻഡ്? കേൾക്കട്ടെ. അത് കേട്ടതും ശരണ്യ, നിൻ്റെ അമ്മുമ്മ
ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ ചെയ്യണം. നിന്റെ അച്ഛൻ ഈ വീട് തുടയ്ക്കലും അടിക്കലും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ ചെയ്യോ? എൻ്റെ ശരണി, നീ എന്തൊക്കെ വർത്താനം പറയുന്നേ? അമ്മമ്മ ജോലി ചെയ്യുന്നത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ എന്ത് ജോലി ചെയ്യാനാ? അച്ഛനൊരാണല്ലേ? എന്താ ആണുങ്ങൾക്ക് മുറി അടിച്ചു തുടച്ച കൈയൊടിഞ്ഞു പോവോ? അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരു ജോലിക്കും പോകാതിരിക്കുന്ന ആളല്ലേ നിന്റെ അച്ഛൻ. അതുകൊണ്ട് ഈ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ അയാളോട് പുറത്തെവിടെയും ജോലിക്ക് പോകാൻ പറ. അത് കേട്ടതും അച്ഛനെവിടെയും ജോലി കിട്ടുന്നില്ലല്ലോ. കിട്ടാത്തതുകൊണ്ടൊന്നല്ല, വെറുതെ ഇരുന്ന് തിന്ന് ശീലിച്ചു പോയി. അതും എൻ്റെ അഹങ്കാരമാണ് നിന്റെ അച്ഛനെ കാണിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇപ്പം തന്നെ പോയി കേസ് പിൻവലിച്ചേക്കാം. ശരി, നീ വാ, നമുക്ക് അച്ഛനെ കണ്ട് സംസാരിക്കാം. ഞാനങ്ങ് വരുന്നില്ല. നീ വാ ശരണ്യെ. നീ വന്നാലല്ലേ അച്ഛൻ സമ്മതിച്ച് കേസ് പിൻവലിക്കാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യം കൂട്ടി വിക്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. പോലീസ് ലോകപ്പിൽ വിക്രത്തെ കണ്ടത് പ്രകാശനിരുന്ന് പൊട്ടിക്കറിയുവേടാ. മക്കളെ, നീ എടുത്ത തീരുമാനം തെറ്റായി പോയടാ. നോക്ക് നോക്ക്, അവൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങളെ അവൾ ലോകപ്പിലാക്കിയടാ. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചടാ. ആ CI എന്നെ തല്ലാത്ത സ്ഥലമില്ല. മർമ്മത്തിലിട്ട അയാൾ ഓരോ കുത്തും തന്നത്. നെഞ്ചുവേന വരുന്നുണ്ടാ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അച്ഛനൊരു പിടിയും കിട്ടുന്നില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനിരുന്ന് കരയുക. അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛനെ പുറത്തിറക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് മൂങ്ങ, എടാ മക്കളെ, നിന്റെ ഭാര്യയോട് പറയടാ, ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ ഞങ്ങൾക്ക് വയ്യടാ. ഇനിയും തല്ലുകൊള്ളൻ അമ്മയെ അവർ ഉപദ്രവിച്ചോ? പെണ്ണായതുകൊണ്ടും വയസ്സായതുകൊണ്ടും എന്നെ അധികമൊന്നും ഉപദ്രവിച്ചില്ല. പിന്നെ എനിക്കും തരാനുള്ളതും കൂടെ ചേർത്തി എൻ്റെ മുന്നിലിട്ട് എൻ്റെ മോനിട്ടാണ് അവൻ കൊടുത്തത്. എന്ത് ചെയ്യാനാ? എല്ലാം കണ്ടു നിന്നല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഭയങ്കര കരച്ചിൽ. അമ്മമ്മ വിഷമിക്കേണ്ട. എന്തായാലും ഞാൻ ശരണ്യോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരണ്യ എന്തായാലും നിങ്ങളെ കേസ് പിൻവലിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? സമാധാനമായി. അല്ല, അവളെന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? ഒന്ന് തല്ലി, അത് ഇത്ര വലിയ തെറ്റാണോ? അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു തല്ലുമ്പോൾ മിണ്ടാതെ മൂലയ്ക്ക് മാറിയിരുന്ന് കരയാൻ ഇത് സോണിയാണെന്ന് കരുതിയോ? മറ്റുള്ളവരുടെ വീട്ടിൽ വരുമ്പോഴെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുക നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ വിക്രം ചോദിക്കുക. എന്ത് ചെയ്യാനാടാ മക്കളെ, അമ്മമ്മയുടെ ആ പഴയ സ്വഭാവം അങ്ങ് മാറുന്നില്ലല്ലോ. ഇനി അതൊക്കെ അങ്ങ് മാറ്റണം. ഇല്ലെങ്കിൽ അവൾ ഇറങ്ങി പോകാൻ പറഞ്ഞാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ശരിയുടെ മക്കളെ, മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങനെ പുറത്തിറങ്ങിയത് വിക്രം പ്രകാശനോടും മൂങ്ങയോടും പറയുക. അതെ, നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ ശരണ്യ 2-3 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അത് കേട്ടതും എങ്ങോട്ട്? ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ശരി, ഇവളെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം. പറ, ഇനി എനിക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇല്ല മോളെ, ഇനി ഒരിക്കലും നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് പ്രകാശനും മൂങ്ങയും പറയുക. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക. അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ എൻ്റെ അമ്മ ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെയാണ് കണ്ട് സഹിക്കുന്നത്? അതുകൊണ്ട് അടുക്കള പണിയിൽ എൻ്റെ അമ്മയെ ഈ അമ്മ സഹായിക്കണം. അടുക്കളപ്പണി മുഴുവനും അമ്മമ്മ ചെയ്യണം. അത് കേട്ടതും ഞാനോ? സാരമില്ല മോളെ, ഞാൻ ചെയ്തോളാം. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീടടിച്ചു വരലും തുടയ്ക്കലും വൃത്തിയാക്കലും ഒക്കെ അച്ഛൻ ചെയ്യണം. ക്ലീനിങ് വർക്കൊക്കെ അച്ഛന്, അടുക്കള ജോലിയൊക്കെ അമ്മമ്മയ്ക്ക്. എന്താ, അത് അംഗീകരിക്കാൻ തയ്യാറാണോ? അത് കേട്ടതും തറവാട്ടി പറഞ്ഞ ഒരാണുങ്ങളും ഇതുപോലുള്ള പണികളൊന്നും ചെയ്യില്ല. ഞാനിതൊന്നും ചെയ്യില്ലടാ മക്കളെ എന്ന് പ്രകാശം പറയുക. അത് കേട്ടതും പിന്നെ അച്ഛൻ എവിടെ പോയി ജീവിക്കും? രതീഷേട്ടൻ്റെ കൂടെ ഇനി പോകാൻ പറ്റുമോ അച്ഛന്? ഇനി ആ വീട്ടിൽ അച്ഛന് കാലെടുത്ത് കുത്താൻ പറ്റുമോ? അച്ഛനെ അങ്ങോട്ട് പോയാൽ രതികളിയൻ അച്ഛനെ ആട്ടി ഇറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം പറയുക. ഇത് കേട്ടതും ആലോചിച്ചുകൊണ്ട് നിൽക്കുക പ്രകാശൻ. ഈശ്വര, എന്ത് ചെയ്യും? ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായി പെട്ടുപോയ പോലെ ആയല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ശാരിയെയും രൂപയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. രൂപേ, ഞാനേ രാഹുലേട്ടനെ പോലെ ഒരു കാര്യം തീരുമാനിച്ച അത് എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും നടക്കില്ല. വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ഞാനൊരു കാര്യം ചെയ്യും. അത് ചെയ്തതിന് ശേഷമേ എല്ലാവരും ആ കാര്യം അറിയൂ. എന്തായാലും അയാൾ തീരുമാനിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ ഈ ഇടയായിട്ട് പലതും നമ്മൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു പദ്ധതി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എൻ്റെ കൈകളാണ്. രൂപേ, നീ കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ നിനക്കൊരു നല്ല വാർത്ത കേൾക്കാം. സന്തോഷകരമായൊരു വാർത്ത. നിൻ്റെ മോൻ്റെ ജീവിതം തട്ടിയെടുത്ത കല്യാണി എന്ന് പറഞ്ഞവൾ മരിച്ചു. അത് കേട്ടതും രൂപ ഞെട്ടിപ്പോയി. എടുത്ത് എന്താ പറഞ്ഞേ? അതെ, കല്യാണി മരിച്ചു. അവളെ കൊല്ലാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. അത് കേട്ടതും രൂപ ഞെട്ടി. ഈശ്വര, എൻ്റെ മരുമോള് ഇന്ന് അവരുടെ സൈറ്റിൽ വെച്ച് അവളെ
കൊല്ലും, അതുറപ്പാ. കുറച്ച് കഴിയുമ്പോൾ പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്ത വരും. അത് കേട്ടതും രൂപ ശാരിയെ തുറച്ചു നോക്കുക. അത് കേട്ടപ്പോൾ നീ എന്താ രൂപ എന്നെ തുറച്ചു നോക്കുന്നേ? ഒരാളെ കൊല്ലാനൊക്കെ എങ്ങനെയായിട്ട് മനസ്സ് വരുന്നേ എന്നും രൂപ ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ, എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നവളെ കൊല്ലാതെ പിന്നെ കയ്യിലെടുത്ത് ഉമ്മ വെക്കണോ എന്നും. അത് കേട്ടത് രൂപ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി. ഈശ്വര, എൻ്റെ മരുമക്ക് ഒരബദ്ധം വരുത്തരുത്, ഇതെങ്ങനെയെങ്കിലും ചന്ദ്രേട്ടനെ അറിയിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ എടുത്ത് CS-നെ വിളിക്കാൻ ഒരുങ്ങുക. ഈ സമയം കല്യാണിയാണ് കാണിക്കുന്നത്. കല്യാണി ഏറ്റവും മുകളിലത്തെ നിലയിൽ താഴേക്ക് നോക്കി നിൽക്കുക. ഏതാണ്ട് കാല് തുമ്പത്ത് തന്നെ വെച്ചിരിക്കുന്നത്. തള്ളിയിട്ട തവിട് പോലും കിട്ടാതെ, പൊടി പോലും കിട്ടാതെ തവിട് പൊടിയായി പോകുന്നുള്ളൊരവസ്ഥയിൽ ഈ സമയം രഞ്ജൻ കല്യാണിയുടെ പിന്നാലെ ചെന്ന് നിൽക്കുക, കൈയും കൊണ്ട് ഇങ്ങനെ. എന്നിട്ട് രഞ്ജൻ കല്യാണിയെ ഒന്ന് നോക്കി. അതിനുശേഷം ചാകടി, ചത്ത് തൊലയടി, നീ ചാകാൻ വേണ്ടിയാ ഇത്രയും നേരം ഞാൻ കാത്തിരുന്നത്. ഇനി ഒരൊറ്റ തള്ള്, ആ തള്ളിൽ നീ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ആ വീഴ്ചയിൽ നിൻ്റെ ഒരു പൊടി പോലും കിട്ടില്ല. പിന്നെ നീ മരിച്ചു കിടക്കും. നിൻ്റെ ഡെഡ് ബോഡി ഇവിടെ നിന്നും നിൻ്റെ വീട്ടിലെത്തിക്കുമ്പോഴേക്കും അപ്പുറത്തെ മേഡം എനിക്ക് കൈ നിറയെ കാശ് തരും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പാട് മുഴുവനും പെട്ടത്. എന്തായാലും ചത്ത് പോടി എന്നും പറഞ്ഞുകൊണ്ട് തള്ളിവിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. അതേ പ്രേക്ഷകരെ, കല്യാണിക്ക് എന്ത് സംഭവിക്കും? രഞ്ജൻ കല്യാണിയെ തള്ളിയിടുമോ? അതിനു മുമ്പ് രൂപ കല്യാണിയെ രക്ഷിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അതെ, രൂപ ഉറപ്പായിട്ടും കല്യാണിയെ എങ്ങനെ രക്ഷിക്കും? അങ്ങനെ രക്ഷിച്ചാൽ രൂപയും കല്യാണിയും തമ്മിലൊക്കെ സ്നേഹത്തിലാണെന്ന് ശാരി മനസ്സിലാക്കുകയും ചെയ്യും. തൻ്റെ മരുമകളെ കൊല്ലാൻ നോക്കിയിട്ട് അത് അമ്മയോട് തന്നെ, അമ്മായിയമ്മയോട് തന്നെ തുറന്നു പറയുന്ന ഏട്ടത്തിയോട് ക്ഷമിക്കാനാകാതെ ഇരിക്കുകയാണ് രൂപ. ഇതിനൊക്കെയുള്ള പ്രതികാരം വീട്ടിയേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൻ്റെ മരുമോക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ രൂപ പല അടവുകളും പയറ്റി നോക്കുന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, എങ്ങനെ കല്യാണി രക്ഷിക്കാം എന്ന് ഒരു പിടിയില്ല. അപ്പോൾ എങ്ങനെ കല്യാണി രക്ഷിക്കുമെന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.